ഹലോ ആൻഡ് ഹായ്. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്ത ഒരു ഡാൽ കറിയാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണേ. ഇതിൽ നിങ്ങൾക്ക് കാണാം മസൂർ ഡാൽ ഞാൻ 3/4 കപ്പ്, 1/4 കപ്പ് സാമ്പാർ പരിപ്പും കൂടി ഇട്ടിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പാകത്തിന് വെള്ളം. കാര്യം ഇത് ഒരുപാട് പരിപ്പ് അങ്ങനെ ഇട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല, അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം കുറച്ച് എണ്ണ, അത് നമുക്ക് പൊങ്ങിപ്പോകാതിരിക്കാൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൂടെ ചേർത്ത് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ഒഴിച്ച് അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കറിൽ ഇതെല്ലാം കൂടെ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 1 വിസിൽ മതി. 1 വിസിലിൽ ഞാനങ്ങനെ കുഴച്ച് വേവിച്ചെടുക്കത്തില്ല, കുറച്ച് ഇത് വേകാതെയും കിടക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതിലിപ്പം ഞാനിപ്പം നല്ലൊരു തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറി രൂപത്തിൽ അതിന് തക്കതായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റും ഞാനിതിൽ കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമുക്കിതിൽ ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. ഇതിൽ എണ്ണയും പിന്നെ ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണിൻ്റെ ഈ ഗീയും കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതൊന്ന് ഇട്ടതാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാ വെക്കുന്ന ദാൽ കറിയല്ല, പരിപ്പ് കറിയല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചത് ചെറിയ ഉള്ളിയാണ്. ഒരു കൈ പിടിക്കായിട്ടുള്ള ചെറിയ ഉള്ളി നന്നായിട്ട് റൗണ്ടിൽ തന്നെ അരിഞ്ഞ് അതിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഇട്ട്. കറിവേപ്പില ഞാൻ വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് എല്ലാത്തിലും നമുക്കിതിൽ ലാസ്റ്റിൽ മല്ലിയില ഇടാം, പക്ഷെ ഞാനെല്ലാം കറിവേപ്പിലയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പച്ചമുളകും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിൽ പൊടികളിടാം നമുക്ക് ഓരോന്നായിട്ട്. ഒന്ന് വഴണ്ട് വരുമ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടിയും, പിന്നെ വേറൊന്നുമല്ല മുളക് പൊടിയും, പിന്നെ ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ചുവയല്ല, റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിൽ ടൊമാറ്റോ ഇടാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി ആ ഒരു മണം വരുമ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഇട്ട് ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, ഇച്ചിരി വെള്ളം. അത് നന്നായിട്ട് ലാസ്റ്റിൽ നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് വരണം. ആ വെള്ളത്തിൽ കിടന്നതിന് ഈ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് സ്മാഷ് ആവും, നമുക്ക് വെന്ത് വരും. അപ്പോൾ അത് പാകമാവുമെന്നാണ് നമുക്ക് ഈ പരിപ്പ് ആഡ് ചെയ്യാൻ പറ്റും ആ സമയത്ത്. അപ്പോൾ ഞാനിതിലെല്ലാം കൂടെ ഇട്ട് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ പരിപ്പ് ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാടിട്ട് വേവിക്കരുത്, കുറച്ചൊക്കെ അത് കാണണം. വേഗാതെ കിടക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ്, കാണാനും ഒരു ഭംഗി. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പിന്നെ ഉപ്പും പാകത്തിന് ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ അല്ലേ, എളുപ്പം. പക്ഷേ ഇതിൻ്റെ ഒരു രുചിയാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മൾ വെക്കുമ്പോഴത്തെ ഒരു പരിപ്പ് കറിയല്ല, ഇതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. പരിപ്പിനും ചപ്പാത്തിക്കും പിന്നെ ചോറിനും ഒക്കെ നല്ലൊരു പിന്നെ കറിയാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മെത്തേഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ.